ലോക ഭൂപടത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു തുറമുഖ നഗരത്തിൽ വെച്ച് ചൈനയുടെ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ അന്ത്യവിധി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ചെസ് ഗെയിമിൽ ഭാരതം തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ നീക്കം നടത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ മണ്ണിൽ വെച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ വമ്പൻ റിഫൈനറി. പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യം അതൊന്നുമല്ല. ഈ വമ്പൻ പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇത് വെറും ഒരു ബിസിനസ് ഡീൽ അല്ല. $300 ബില്യൺ, അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ ഈ മഹാ ഇടപാടിലൂടെ ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. എന്തുകൊണ്ടാണ് ബീജിംഗിലെ ചൈനീസ് ഭരണകൂടം ഈ വാർത്ത കേട്ട് വിറയ്ക്കുന്നത്? എങ്ങനെയാണ് വെനസ്വേലയിലെ എണ്ണശേഖരവും അമേരിക്കയിലെ പെർമിയൻ ബേസിനും തമ്മിൽ മുകേഷ് അംബാനി ഒരു പാലം പണിതത്? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി ഇത്ര വലിയൊരു കരാറിൽ ഒപ്പിടാൻ നരേന്ദ്രമോദി സർക്കാരിന് എങ്ങനെ സാധിച്ചു? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തെക്കുറിച്ചാണ്. ചൈനയെ ഊർജ വിപണിയിൽ നിന്നും പുകച്ചു പുറത്താക്കി ലോകത്തിന്റെ ഇന്ധന വിതരണ ശൃംഖല ഭാരതം എങ്ങനെ കൈക്കലാക്കിയെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ അവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും ഇന്ധന ശുദ്ധീകരണ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു. 1970-കൾക്ക് ശേഷം കാര്യമായ പുതിയ റിഫൈനറികളൊന്നും അവിടെ വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കയിൽ ഒരു മാറ്റമുണ്ടായി. ഷെയിൽ ഗ്യാസ് വിപ്ലവം വഴി അവർ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരായി മാറി. പക്ഷെ ഒരു പ്രശ്നം ബാക്കിയായി. അവരുടെ മണ്ണിൽ നിന്നും ലഭിക്കുന്ന ലൈറ്റ് ഷെയിൽ ഓയിൽ ശുദ്ധീകരിക്കാനായി ആവശ്യമായ ആധുനിക പ്ലാന്റുകളൊന്നും അവർക്കില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രൗൺസ്വിൽ കരാർ വരുന്നത്. അമേരിക്കയുടെ ഇന്ധന വിപണിയെ അടിമുടി മാറ്റാനായി ശേഷിയുള്ള ഒരു വമ്പൻ റിഫൈനറി. ഈ റിഫൈനറിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയാണ്. റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി ലോകത്തിലെ തന്നെ അത്ഭുതമാണ്. അതേ സാങ്കേതിക മികവ് ഇപ്പോൾ അമേരിക്കൻ മണ്ണിലേക്ക് പറച്ചു നടപ്പെടുന്നു. ഇത് ഭാരതത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ എന്നത് കടന്ന് മേക്ക് ഫോർ ദി വേൾഡ് എന്ന നിലയിലേക്കുള്ള വളർച്ചയാണ്. നമുക്കിതിന്റെ സാമ്പത്തിക വലുപ്പത്തിലേക്ക് ഒന്ന് കടക്കാം. സാധാരണ നമ്മൾ കോടികളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ തന്നെ ഇഷ്ടം പോലെ വാർത്തകൾ അങ്ങനെ തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ലക്ഷം കോടികളെ കുറിച്ചാണ്. അസംസ്കൃത എണ്ണയുടെ വലിപ്പം നോക്കുമ്പോൾ ഏകദേശം $125 ബില്യൺ മൂല്യമുള്ള 1.2 ബില്യൺ ബാരൽ അമേരിക്കൻ ലൈറ്റ് ഷെയിൽ ഓയിലാണ് ഈ കരാറിലൂടെ റിലയൻസ് കൈകാര്യം ചെയ്യുന്നത്. 50 ബില്യൺ ഗാലൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഇതിന്റെ വിപണി മൂല്യം $175 ബില്യൺ മുകളിലാണ്. അപ്പൊ ആകെ മൂല്യമോ? റിഫൈനറി നിർമ്മാണവും വിതരണ ശൃംഖലയും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഇതൊരു $300 ബില്യൺ ബൃഹത്തായ എക്കോസിസ്റ്റമായി മാറുന്നു. ഓർക്കുക, ഒരു ഇന്ത്യൻ കമ്പനി വിദേശ മണ്ണിൽ പോയി ഇത്രയും വലിയൊരു വിപണി പിടിച്ചെടുക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇത് റിലയൻസിന്റെ മാത്രം വിജയമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്രത്തിന്റെ വിജയമാണ്. 20 വർഷത്തേക്കാണ് റിലയൻസ് ഈ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് അടുത്ത 2 പതിറ്റാണ്ട് കാലം അമേരിക്കയുടെ ഊർജ്ജ വിപണിയിലെ ഒരു പ്രധാന പങ്കാളി നമ്മുടെ ഭാരതമായിരിക്കും. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന ട്വിസ്റ്റിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇത് ചൈനയ്ക്ക് തിരിച്ചടിയാകുന്നത്? ഇതിന് ഉത്തരം കിട്ടാൻ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലേക്ക് പോകണം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരണമുള്ള രാജ്യമാണ് വെനസ്വേല. പക്ഷെ അവിടുത്തെ എണ്ണ ഹെവി ക്രൂഡാണ്, അതായത് കട്ടിയുള്ളതും ശുദ്ധീകരിക്കാൻ പ്രയാസമുള്ളതും. വർഷങ്ങളോളം ചൈന അവിടെ ആധിപത്യം സ്ഥാപിച്ചു. വെനസ്വേലയ്ക്ക് പണം കടം കൊടുത്ത് പകരം അവരുടെ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് തട്ടിയെടുക്കുക എന്നതായിരുന്നു ചൈനയുടെ രീതി. ചൈനീസ് കമ്പനികൾ അവിടെ റിഫൈനറികൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും പലതും പാതി വഴിയിൽ നിലച്ചു. എന്നാൽ വെനസ്വേലയിൽ ഭരണമാറ്റം ഉണ്ടാവുകയും അമേരിക്കൻ അനുകൂല സർക്കാർ വരികയും ചെയ്തതോടെ ചൈനയുടെ കളിപാളി. ചൈന നൽകിയ കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പകൾക്ക് ഗ്യാരണ്ടിയായി ലഭിച്ചിരുന്ന എണ്ണയുടെ വിതരണം അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇവിടെയാണ് ഇന്ത്യയുടെ ബുദ്ധിപരമായ നീക്കം. ചൈനയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാനായി ഇന്ത്യക്ക് സാധിക്കുമെന്ന് റിലയൻസ് തെളിയിച്ചു. വെനസ്വേലൻ എണ്ണയുടെ സ്വഭാവം ലോകത്ത് ഏറ്റവും നന്നായി അറിയാവുന്ന കമ്പനികളിൽ ഒന്നാണ് റിലയൻസ്. ചൈനയെ പുറത്താക്കി അമേരിക്കയെ കൂട്ടുപിടിച്ച് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇന്ത്യ കടന്നിരിക്കുകയാണ്. ചതിയും വഞ്ചനയൊന്നുമല്ല, നേരെ പോ രീതിയിൽ. ഇന്ന് ചൈനയ്ക്ക് തങ്ങളുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ വഴികൾ തേടേണ്ടി വരുന്നു. അതേസമയം ഇന്ത്യ ലോകത്തിന്റെ ഊർജ ഹബ്ബായി മാറുന്നു. ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരു സ്ട്രാറ്റജിക് ട്രയാങ്കിൾ രൂപപ്പെടുത്തുന്നു എന്നതാണ്. വെനസ്വേലയിലെ ഹെവി ക്രൂഡ്, അമേരിക്കയിലെ ലൈറ്റ് ക്രൂഡ്, ഇവ രണ്ടും ഒരുപോലെ മിക്സ് ചെയ്ത് സംസ്കരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ വേണം.
റിലയൻസിന്റെ ജാംനഗർ പ്ലാന്റിന് ഈ കഴിവുണ്ട്. അമേരിക്കയിലെ പുതിയ റിഫൈനറിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടെ ഒരു പുതിയ സപ്ലൈ ചെയിൻ രൂപപ്പെടുന്നു. അമേരിക്കൻ എണ്ണ ഇന്ത്യക്ക് ലഭിക്കുന്നു, പകരമായി വെനസ്വേലൻ എണ്ണ ഇന്ത്യയിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് അമേരിക്കയിലേക്ക് തിരികെ എത്തിക്കുന്നു. ഇതൊരു സങ്കീർണമായ ശൃംഖലയാണ്. ഇതിലൂടെ ചൈനയെ പൂർണ്ണമായും ഈ ലൂപ്പിൽ നിന്നും ഒഴിവാക്കാൻ അമേരിക്കയ്ക്കും ഇന്ത്യക്കും സാധിച്ചു. ആധുനിക യുദ്ധങ്ങൾ ഇനി അതിർത്തികളിലല്ല, മറിച്ച് വിതരണ ശൃംഖലകളിലാണ് നടക്കുന്നത് എന്ന സത്യം ഇവിടെ തെളിയുകയാണ്. സമുദ്രപാതകളും ഇന്ധന പൈപ്പ് ലൈനുകളും നിയന്ത്രിക്കുന്നവർ ലോകം ഭരിക്കും. ഇന്ന് ആ നിയന്ത്രണം ഇന്ത്യയുടെയും അമേരിക്കയുടെയും കൈകളിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത് സാധ്യമായത്? നമ്മളൊരു വശത്ത് റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ സ്വന്തം താല്പര്യം മുൻനിർത്തി റഷ്യയുമായി ബിസിനസ് തുടർന്നു. എന്നാൽ അതേസമയം തന്നെ അമേരിക്കയുമായി ഇത്ര വലിയൊരു കരാറിൽ ഏർപ്പെടാനും ഇന്ത്യക്ക് സാധിച്ചു. ഇതാണ് പ്രോ ഇന്ത്യ നയം എന്ന് പറയുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്തിന് മുമ്പിൽ വെച്ച പുതിയ ഇന്ത്യയുടെ ചിത്രം ഇതാണ്. നമ്മൾ ആരുടെയും പക്ഷത്തല്ല, നമ്മൾ ഭാരതത്തിന്റെ പക്ഷത്താണ്. റഷ്യയും അമേരിക്കയും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ശേഷി കണ്ട് ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് നമ്മളിപ്പോ നോക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കൊള്ളാത്ത ചൈനയേക്കാൾ എത്രയോ മുകളിലാണല്ലോ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതം. അതുകൊണ്ടാണ് തങ്ങളുടെ തന്ത്രപരമായ എണ്ണശേഖരം കൈകാര്യം ചെയ്യാൻ അവരൊരു ഇന്ത്യൻ കമ്പനിയെ തന്നെ തിരഞ്ഞെടുത്തത്. ഇത് BJP സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നയതന്ത്ര നേട്ടമായി ചരിത്രം രേഖപ്പെടുത്തും. ഈ കഥയിലെ മറ്റൊരു നായകൻ ജാംനഗർ കോംപ്ലക്സ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ റിഫൈനറി ആണിത്. റിലയൻസിന്റെ ഈ പ്ലാന്റിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ലോകമെമ്പാടും എത്തുന്നുണ്ട്. ഹെവി ക്രൂഡ് ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ റിലയൻസ് കൈവരിച്ച സാങ്കേതിക മികവാണ് അമേരിക്ക ഈ പങ്കാളിത്തത്തിന് പ്രേരിപ്പിച്ചത്. ഇന്ത്യൻ എഞ്ചിനീയർമാരും ഇന്ത്യൻ സാങ്കേതിക വിദ്യയും അമേരിക്കൻ മണ്ണിൽ പോയി ഇത്ര വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചൈനീസ് കമ്പനികൾ വായ്പ നൽകി രാജ്യങ്ങളെ കടക്കെണിയിലേക്ക് തള്ളിവിടുമ്പോ, അഥവാ ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയും അല്ലെ, ആ ഒരു ഡിപ്ലോമസിയൊക്കെ മാറി ഇന്ത്യ സാങ്കേതിക വിദ്യ നൽകി രാജ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു. ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആനയും ആടും പോലെ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരാജയമാണ്. അവർ വിഭാവനം ചെയ്ത വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യം ഊർജ്ജ വിതരണം നിയന്ത്രിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള ഈ നീക്കം ചൈനയുടെ സമുദ്രപാതകളിലെ സ്വാധീനം കുറയ്ക്കും. വെനസ്വേലയിലെ എണ്ണ നഷ്ടപ്പെട്ടതും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ സ്വാധീനം വർദ്ധിച്ചതും ചൈനയുടെ നിർമ്മാണ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ഇന്ധനവിലയിലെ നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലാകുന്നത് വഴി വരും വർഷങ്ങളിൽ ഏഷ്യയിലെ സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്ര ബിന്ദു ഇന്ത്യയായി മാറും. നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു പുതിയ യുഗത്തിന് തുടക്കമാണ്. $300 ബില്യൺ ഈ കരാർ വെറും ഒരു കച്ചവടമല്ല, അത് ഇന്ത്യയുടെ ശക്തി പ്രകടനമാണ്. ചൈനയെ തന്ത്രപരമായി മാറ്റി നിർത്തി അമേരിക്കയുമായി 20 വർഷത്തെ സുരക്ഷാ പങ്കാളിത്തം ഉറപ്പാക്കി റഷ്യയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച് ആഗോള ഇന്ധന വിതരണ ശൃംഖലയുടെ താക്കോൽ കൈക്കലാക്കി ഭാരതം ഇന്ന് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. നമ്മുടെ സാങ്കേതിക വിദ്യയും നമ്മുടെ നയതന്ത്രവും ലോകത്തെ നയിക്കുന്ന കാലം വിദൂരമല്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഈ നീക്കം ലോകക്രമത്തെ എങ്ങനെ മാറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.